ഗൈസ് അങ്ങനെ സൈമൺ ഗ്രേസന്റെ പകരക്കാരനെ ബംഗളൂരു എഫ് സി കണ്ടെത്തുന്നു. ജെറാർഡ് സർഗോസ എന്ന് പറയുന്ന ഒരു സ്പാനിഷ് പരിശീലകനെയാണ് അവരെത്തിക്കുന്നത്. സോ ഇവർക്ക് അല്ലെങ്കിൽ ബംഗളൂരു എഫ് സിക്ക് സുപരിചിതനായിട്ടുള്ളൊരു പരിശീലകനാണ് എന്നുള്ളതാണ് ഇദ്ദേഹത്തെ പറ്റി പറയേണ്ടത്. അതായത് 2018-19 സീസണിൽ ബംഗളൂരു എഫ് സി കിരീടം ഉയർത്തിയിട്ടുള്ള ടീം കാൾ സ്പോട്രാറ്റിൻ്റെ ടീം, അന്ന് അവരോടൊപ്പം അസിസ്റ്റന്റ് കോച്ചായിട്ട് പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ് ഇദ്ദേഹം. ഒരു താരതമ്യേന യങ്ങായിട്ടുള്ള ഒരു കോച്ച് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം 41 വയസ്സ് മാത്രമേ ഉള്ളൊരു, നമുക്കറിയാം, ഒരു കോച്ചിങ് ഇത് വെച്ച് നോക്കുമ്പോഴത്തേക്കും അത് യങ്ങാണ്. 2024-25 വരെയുള്ള ആ ഒരു കാലയളവിലേക്കാണ് അദ്ദേഹത്തെ ഒരു കോൺട്രാക്റ്റിലാണ് സൈൻ ചെയ്തിരിക്കുന്നത്. സോ ഒരു ഫ്യൂച്ചർ കണ്ടുകൊണ്ട് തന്നെ ആയിരിക്കണം. അതും ബംഗളൂരു എഫ് സിക്ക് സുപരിചിതനായിട്ടുള്ള ഒരാളെ കൊണ്ടുവന്നു, അല്ലെങ്കിൽ ബംഗളൂരു എഫ് സി എന്ന് പറയുന്ന ക്ലബിനെ അറിയാവുന്ന ഒരാളെ കൊണ്ടുവന്നു എന്നുള്ളത് പറയണം. കോർഫക്കാൻ എന്ന് പറഞ്ഞിട്ട് UAE പ്രോ ലീഗ് ക്ലബിലാണ് അദ്ദേഹം ഇപ്പോൾ പ്രവർത്തിച്ച് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയ സമയത്ത് അദ്ദേഹം ഏതാണ്ട് 4 മാച്ചോ മറ്റോ ആണ് അവിടെ ഹെഡ് കോച്ച് എന്ന നിലയിൽ വർക്ക് ചെയ്തിട്ടുള്ളത്. സോ അസിസ്റ്റന്റ് കോച്ചായിട്ടും ഒക്കെ അവിടെ വർക്ക് ചെയ്തായിട്ട് കാണിക്കുന്നു. സോ ഒരു താൽക്കാലിക രീതിയിലൊക്കെ ഒരു പരിശീലകൻ എന്ന നിലയിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇനി ഒരു കോച്ച് എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ഒരു എക്സ്പീരിയൻസ് പരിശോധിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു ഒരു യങ് ആണ്. പക്ഷേ ഏതാണ്ട് 2007 മുതലൊക്കെ തന്നെ അദ്ദേഹം ഒരു കോച്ചായിട്ടൊക്കെ പ്രവർത്തിച്ച് അക്കാഡമിക് ലെവലിലൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇപ്പം ആസ്പയർ അക്കാഡമിയിൽ അദ്ദേഹം ഒരു സ്കൗട്ടായിട്ടും മാനേജറായിട്ടും പ്രവർത്തിച്ചിട്ടുണ്ട്. ഖത്തർ ഉള്ള അക്കാഡമിയാണ്. നമുക്കറിയാം ഏഷ്യയിലെ തന്നെ ഒരു ടോപ്പ് അക്കാഡമിയായിട്ട് വിശേഷിപ്പിക്കുന്നതാണ് ആസ്പയർ അക്കാഡമി. അതുപോലെ തന്നെ എസ്പാനിയോളിൻ്റെ അക്കാഡമിയിലൊക്കെ അദ്ദേഹത്തിനൊരു പ്രവർത്തന പരിചയമുണ്ട് എന്നുള്ളതാണ്. പിന്നെ അദ്ദേഹം മിഡിൽ ഈസ്റ്റിൽ, പ്രത്യേകിച്ച് UAE-യിലൊക്കെയാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. അപ്പം ബംഗളൂരു എഫ് സി വിട്ട ശേഷം 2018-19 ശേഷം അദ്ദേഹം ഷബാബ് അൽ അഹ്ലി എന്ന് പറയുന്നിട്ട് UAE ടോപ്പ് ക്ലബ്ബാണ്. അവിടെ Under-21 ക്ലബ്ബ് അവരുടെ ഒരു കോച്ചായിട്ട് പ്രവർത്തിച്ചിരുന്നു. അതിനുശേഷം അദ്ദേഹം അവരുടെ ഹെഡ് കോച്ച് എന്ന നിലയിലും പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ സെർച്ച് ചെയ്ത സമയത്ത് AFC ചാമ്പ്യൻസ് ലീഗിൽ ഷബാബ് അൽ അഹ്ലി ക്വാർട്ടറിലേക്കൊക്കെ ലീഡ് ചെയ്യാൻ സഹായിച്ചിട്ടുള്ള ഒരു പരിശീലകൻ കൂടിയാണ് ഇദ്ദേഹം എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷം അദ്ദേഹം ഗ്രീസിലൊരു ടോപ്പ് ടയർ ക്ലബ്ബിൽ പ്രവർത്തിച്ചിട്ടുണ്ട് കോച്ച് എന്ന നിലയിൽ. അതിനുശേഷമാണ് കോർഫക്കാൻ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ക്ലബ്ബിൽ അദ്ദേഹം എത്തുന്നത് എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ ഇപ്പം ബംഗളൂരു എഫ് സിയുടെ പാർജിന്താലിനും അതുപോലെ തന്നെ റോക്കയ്ക്കും ഒക്കെയുള്ള ഒരു പ്രതീക്ഷ ക്ലബിനെ അറിയുന്നൊരു പരിശീലനമാണ്. അതുകൊണ്ട് തന്നെ അത് മനസ്സിലാക്കിയുള്ള ഒരു പ്രവർത്തനം വലിയൊരു പ്രതീക്ഷ തന്നെയാണ് വെക്കുന്നത് എന്നുള്ളതാണ്. പിന്നെ ഞാൻ അദ്ദേഹത്തെ പറ്റി പരിശോധിച്ച സമയത്തൊരു പ്രിഫേർഡ് ഫോർമേഷനൊക്കെ 3-5-2 ആണ്. സോ സൈമൺ ഗ്രേസനും നമുക്കറിയാമല്ലോ ആ ഒരു രീതിയിലുള്ള ടീമാണുള്ളത്. അപ്പം അത് ഏത് തരത്തിൽ ഗുണം ചെയ്യും എന്നൊക്കെ ഉള്ളത് നോക്കണം. പിന്നെ വിസ ഡോക്യുമെൻറ്റേഷൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് അത് വരാൻ ലേറ്റ് ആകുന്നത് എന്നുള്ളതാണ്. അതിനുശേഷം അദ്ദേഹം ജോയിൻ ചെയ്യുമെന്നുള്ള തരത്തിലൊക്കെയാണ് അവർ തന്നെ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഏതായാലും തീർച്ചയായിട്ടും ബംഗളൂരു എഫ് സിയുടെ ഈ ഒരു പുതിയ പരിശീലകൻ ഏത് തരത്തിൽ വർക്കാകും എന്നുള്ളത് ഉറപ്പായിട്ടും നോക്കി കാണേണ്ടതാണ്. നമുക്കറിയാമല്ലോ ഓരോ സീസണിൽ അവർ മാറ്റി വന്നതാണ്. ഇപ്പം സൈമൺ ഗ്രേസൻ ലാസ്റ്റ് സീസണിലൊരു സക്സസ് കണ്ടെത്തി, ദെൻ അടുത്ത സീസണിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തെ മാറ്റേണ്ട വന്നു. ഇപ്പം കാൾ സ്പോട്രാറ്റിന് അത് തന്നെയാണ്, നല്ലൊരു സീസൺ ഉണ്ടായി, പിന്നെ മോശമായി, അദ്ദേഹത്തെ മാറ്റി, പിന്നെ പിസിയോളി വന്നു, അങ്ങനെയൊക്കെ ചേഞ്ചസ് ഉണ്ടായി. അപ്പോൾ ഈ ഒരു കോച്ച് ഏത് തരത്തിൽ ഗുണം ചെയ്യും ബംഗളൂരു എഫ് സി എന്ന് പറയുന്ന ക്ലബിനെ എന്നുള്ളത് നമുക്ക് തീർച്ചയായിട്ടും കണ്ടറിയേണ്ട കാര്യമാണ്. അപ്പോൾ എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ തീർച്ചയായിട്ടും കമ്പോസ് ചെയ്യുക. ഒരു സനി.